പേര് സ്മിത മാത്യു. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ മാതാവിനും ദേവകുമാരനും ആയിരം നന്ദി. ഞാൻ ദൈവത്തിനോടൊരു പൂ ചോദിച്ചിട്ട് ഒരു പൂന്തോട്ടം കൊടുത്തു എന്ന് പറയും. പക്ഷെ എനിക്ക് മാതാവ് തന്നത് ഒരു പൂക്കാലം തന്നെയായിരുന്നു. ആദ്യമായി ഞാൻ ഇവിടെ വന്നത് 2019 മെയ്യിലായിരുന്നു. ഉടമ്പടി എടുക്കാനാണ് വന്നത്. പക്ഷെ അന്ന് സാധിക്കാതെ പോയി. 3 വിഷയങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടിരുന്നു മകൾക്ക് വേണ്ടി. അത് ദൈവം നല്ല രീതിയിൽ തന്നെ എനിക്ക് നടത്തി തന്നു. ആദ്യം ഞാൻ ഉടമ്പടി വെച്ച വിഷയങ്ങൾ പറയാം. 2020 ജനുവരി 15-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിൽ വെച്ച വിഷയം ഒന്ന്, അപ്പോൾ അതിനു മുമ്പ് ഞാൻ സൗദിയിലാണ്. അപ്പോൾ അച്ഛൻ്റെ യൂട്യൂബ് ഇത് കേൾക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ മാതാവിന് ചെറിയ ചെറിയ വിഷയങ്ങൾ കൊടുക്കരുത്, നിങ്ങൾ നടക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണമെന്ന്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അന്ന് അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ മേളിലുള്ള ഒരു പൊസിഷനാണ് നാഷണൽ മാനേജർ. അത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. കിട്ടിയാലും നമുക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ഈ ഇത് കേട്ടപ്പോഴേക്ക് എനിക്ക് ഒരു കൗതുകത്തിൻ്റെ പേരിലാണ് ഞാൻ ഉടമ്പടിയിൽ ഈ ഹസ്ബൻഡിന് ഈ പ്രൊമോഷൻ വേണമെന്ന് വെച്ചത്. പക്ഷേങ്കിൽ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ അന്ന് ഞായറാഴ്ച ഹസ്ബൻഡിന് മെയിൽ വന്നു, നാഷണൽ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്തു എന്ന്. ഞങ്ങൾക്ക് അതിശയമാണ് തോന്നിയത്. പക്ഷേ അതിനുശേഷം ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും പുള്ളിക്കാരന് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ചെയ്യേണ്ടതും പറയേണ്ടതും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കാതിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ടെൻഷൻ അടിച്ച് വല്ലാതെ പോകുമ്പോഴും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഓരോ മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോഴും പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടും പിന്നെ പുള്ളിക്കാരൻ ചെയ്തതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് അവിടെ പറയുകയും അങ്ങനെ ഒത്തിരി സന്തോഷമാണ്. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ മകൾക്ക് +2-ന് 90% മാർക്കെന്ന് ഞാൻ വിഷയം വെച്ചു. അത് വലിയ കാര്യമല്ല ഇന്നത്തെ കാലത്തെന്ന് അറിയാം. പക്ഷേ എങ്കിൽ അവൾ നന്നായിട്ട് പഠിച്ചിരുന്നായിരുന്നു. 9-ലും 10-ലും തീരെ മാർക്ക് കുറഞ്ഞു പോയി. അവിടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഒരു നല്ല ഇവിടുത്തെ ടീച്ചേഴ്സിനെ പോലെയൊന്നും അല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവൾക്ക് മാർക്ക് തീരെ കുറഞ്ഞു പോയി. അപ്പോൾ 10-ൽ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൾക്ക് അഡ്മിഷൻ കിട്ടാതെ വന്നു. 2-3 കോളേജിൽ പോയപ്പോൾ അവർ ഭയങ്കര ഇൻസൾട്ടഡായിട്ട് സംസാരിക്കാനായിട്ട് തോന്നി ഞങ്ങൾക്ക്. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് ആ വിഷയം വെച്ചു. മാതാവേ, എനിക്ക് നല്ലൊരു സ്കൂളിൽ നല്ലൊരു കാരണം അവിടെ നിന്ന് വരുന്ന കുട്ടികളാകുമ്പോഴും പല ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അക്കോമഡേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് അവൾക്കൊരു ഞാൻ ആ മകളെ ഇവിടെ നിർത്തിയിട്ട് എനിക്ക് സൗദി പോകുമ്പോഴേക്കും എല്ലാ അമ്മമാർക്കും അറിയാമല്ലോ പെൺമക്കളെ നിർത്തി കൊണ്ടുപോകുമ്പോഴുള്ള ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഇതിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതേമാതിരി തന്നെ ഒരു ആ സിസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ അമ്മ മാതാവ് ഉടുപ്പിട്ട് നിൽക്കണ മാതിരി എന്ന് തോന്നുന്നു. അത്രയൊരു നല്ലൊരു സിസ്റ്ററും നല്ലൊരു ഫുഡും. അവിടുത്തെ ഫുഡിൻ്റെ കാര്യം ആ മകൾ എപ്പോഴും പറയും, നല്ല ഫുഡ് അമ്മ അവിടുത്തെ എന്ന് പറയും. അങ്ങനെ ഒരു അഡ്മിഷനും പിന്നെ അഡ്മിഷന് ചെന്നപ്പോൾ അവൾക്ക് സയൻസ് ഗ്രൂപ്പാണ് വേണ്ടത്. പക്ഷേ ഈ മാർക്ക് വെച്ചിട്ട് അവൾക്ക് സയൻസ് ഗ്രൂപ്പ് ഒരിക്കലും കിട്ടില്ല. പക്ഷേ അതൊരു അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു അച്ഛനായിരുന്നു. ആ അച്ഛൻ്റെ മുമ്പിൽ ഞങ്ങൾ അഡ്മിഷന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു 5 മിനിറ്റ് അച്ഛൻ മിണ്ടാതെ ഇരുന്നു. അപ്പം എനിക്ക് തോന്നിയത് മാതാവ് ഇറങ്ങി വന്ന അച്ഛനെ തൊട്ടു എന്നാണ്. ആ അച്ഛൻ എന്നോട് മകളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടത്? നമ്മൾ ആഗ്രഹിച്ച മാതിരിയൊക്കെ അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ അവൾക്ക് നല്ല കോട്ടയം ഗിരിദീപത്തിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അവൾക്ക് പിന്നെ +ന് 90% മാർക്കെന്ന് ഞാൻ വിഷയം വെച്ചിരുന്നു. പക്ഷേ 89% ആണെങ്കിലും 91% ആണെങ്കിലും എനിക്ക് അത്ര ഇതാവില്ല. പക്ഷെ കറക്റ്റ് 90% തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ സഹോദരൻ്റെ ഒരു മകനുണ്ട്. അവന് 35 വയസ്സ്, നേഴ്സാണ് ഖത്തറിൽ. വരുന്ന കല്യാണാലോചനകളെല്ലാം മുടങ്ങിപ്പോവും പെണ്ണിൻ്റെ വീട്ടുകാരെ അന്വേഷിക്കാൻ വരും. അങ്ങനെ 35 വയസ്സായി. ആ മകന് ഞാൻ ഉടമ്പടിയിൽ എൻ്റെ വിഷയം വെച്ചു. അത് തന്നെയല്ല, അവർക്ക് വീടൊക്കെ ലോണാണ്. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഗൾഫിൽ വിദേശത്ത് ജോലിയുള്ള ഒരു മകളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുടെ ബാധ്യതകളൊക്കെ തീരുമല്ലോ എന്ന് ഞാൻ ആ ഉടമ്പടിയിലും വെച്ചിരുന്നു. അതേപോലെ തന്നെ സൗദിയിൽ നേഴ്സായ ഒരു പെണ്ണിനെ
ആ മകന് കല്യാണം കഴിക്കാൻ പറ്റി. 5 മാസം ഈ ഉടമ്പടി വെച്ചിട്ട് 4-ാം മാസത്തിൽ തന്നെ അവർക്കുടെ കല്യാണം ഉറച്ചു. പിന്നെ ദൈവം എനിക്ക് തന്നത് ഈ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ആകെ ടെൻഷൻ, വെക്കേഷൻ വന്നിട്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി വെച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി, ജോലിയൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു. പിന്നെ എൻ്റെ മകൻ BHM കോഴ്സാണ്. 4 വർഷം കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു. അവൻ്റെ BHM കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും വന്നു. അപ്പോൾ +2 10ലെയും 12ലെയും സർട്ടിഫിക്കറ്റ് അവൻ്റെ കാണുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു മണിപ്പാലിൽ പോയി ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവൻ മണിപ്പാലിലും പോയി. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത്, നീ സെക്കൻഡ് ഇയർ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചതായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ അവൻ മിണ്ടാതെ വീട്ടിൽ വന്നു എന്നോട് വിവരങ്ങൾ പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായിപ്പോയി. പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കൊച്ച്. സർട്ടിഫിക്കറ്റുകളെല്ലാം അന്വേഷിച്ചിട്ട് ഒരു രക്ഷയില്ല, എങ്ങുമില്ല. അവസാനം ഞാൻ മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ചിട്ട്, മാതാവ് എനിക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്ന മോനെ അവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ നേർന്നു. അരമണിക്കൂറിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് പഴയ ഒരു പെട്ടിയിൽ എൻ്റെ വീട്ടിൽ, തറവാട്ട് വീട്ടിൽ ഒരു പഴയ പെട്ടി ഓർമ്മ വന്നു. ആ പെട്ടിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആ പെട്ടിയിൽ ആ സർട്ടിഫിക്കറ്റ് ഇരുന്ന് കിട്ടി. പിന്നെ എൻ്റെ ആൻറ്റിയുടെ മകൻ ഈ കൊറോണ ടൈമിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിലേക്ക് ജോലി ശരിയായിട്ട് വിസ അടിച്ചപ്പോഴാണ് നിയമങ്ങൾ അവരെ കയറ്റി വിടില്ല എന്നൊക്കെ അറിയുന്നത്. അങ്ങനെ അവൻ ആകെ വിഷമത്തിലായി. വിസയുടെ 90 ദിവസമുള്ള കാലാവധിയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവർ വേറെ, അങ്ങനെ കമ്പനി ഒരിക്കലും ചെയ്യാത്തതാണ് എങ്കിലും കമ്പനി വീണ്ടും വേറെ വിസ ഇഷ്യൂ ചെയ്തു. വിസ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്കുടെ സർട്ടിഫിക്കറ്റിൽ പ്രശ്നം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവൻ അതില്ല. അപ്പോൾ അങ്ങനെ വിസ തന്നെ മാറി, പ്രൊഫഷൻ മാറ്റി അവർ തന്നു. അപ്പോഴേക്കും പറഞ്ഞു 2.5 ലക്ഷം, കൊറോണ ആയതുകൊണ്ട് ക്വാറൻറ്റൈൻ വേറെ രാജ്യത്തൊക്കെ നിന്ന് പോകണമെങ്കിൽ 2.5 ലക്ഷം രൂപ വേണമെന്ന്. കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് ആളെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഇപ്പോഴേക്കും ഇവരാകെ ടെൻഷനായി. അവസാനം ഇവർ പറഞ്ഞു ഞങ്ങൾ ആ പൈസ 2.5 ലക്ഷം രൂപ സംഘടിപ്പിച്ചാൽ, ഇവർക്കിടെ അതിൽ ഒറ്റ പൈസയില്ല, വീടൊക്കെ പണിതാകെ പാപ്പരായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വീണ്ടും അവിടെ ട്രൈ ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് ആ കമ്പനി പറഞ്ഞു ഒറ്റ പൈസയും വേണ്ട, 2.5 ലക്ഷം രൂപയും കമ്പനി കൊടുത്ത് അവനെ കൊണ്ടുപോയി. ആ മകൻ ഇന്നും അത്ഭുതം. ആ മകൻ ഒരു ദൈവവിശ്വാസിയായിട്ട് മാറിയിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ വലിയൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ അവൻ. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന് ത്രികുമാനായിരുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ബൈബിള് ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ വായിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു കൃപയില്ലെങ്കിൽ അത് വായിക്കാൻ പറ്റില്ല. പക്ഷേ ഈ 20 ഈ കുടമ്പടി എടുത്ത പിന്നെ ബൈബിൾ ആദ്യം മുതൽ, പഴയ നിയമം പുതിയ നിയമം ആദ്യം മുതൽ അവസാനം വരെ ആമുഖം ഉൾപ്പെടെ എനിക്ക് വായിച്ചു തീർക്കാൻ സാധിച്ചു. അതിനൊരു സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് ഹസ്ബൻഡ് ചെയ്യുന്ന ജോലിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടുന്നതല്ല, അത് നിവർത്തിക്കാനുള്ള കരുത്ത് ഇല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ അച്ഛൻ്റെ പ്രസംഗം എന്താ കേട്ടത്? അച്ഛൻ എന്താ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ട? അച്ഛൻ പറഞ്ഞു നിങ്ങൾ വിഷയം വയ്ക്കുമ്പോൾ മാതാവിനെ നിസ്സാര കാര്യങ്ങളൊന്നും ഏൽപ്പിക്കരുത്, 100% നടക്കില്ല എന്നുള്ള വിഷയങ്ങളെ അമ്മ മാതാവിനെ ഏൽപ്പിക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് അച്ഛൻ്റെ പ്രസംഗം അതാണ്, നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളല്ല സമർപ്പിക്കേണ്ടത്, മറിച്ച് നടക്കില്ലെന്ന് 100% നിങ്ങൾക്കുറപ്പ് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് ഫലമേൽപ്പിക്കണം. അതാണ് ശരിക്കുമുള്ള ഭാരം. അതായത് ഹെബ്രായരുടെ ലേഖനത്തിൽ 12:1 പറയും, നമുക്ക് ചുറ്റും സാക്ഷ്യങ്ങളുടെ ഒരു വലിയ സമൂഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാരം നമ്മൾക്ക് കർത്താവിന് ഫലമേൽപ്പിച്ചു കൊടുക്കണം. അതാണ് സങ്കീർത്തനം 55:22 പറയും, നിൻ്റെ ഭാരങ്ങൾ അവിടെ നിന്ന് താങ്ങും, നീ കർത്താവിൽ ഭാരങ്ങൾ അർപ്പിക്കുക. അപ്പോഴങ്ങനെ സ്മിത സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സ്മിതയുടെ ഭർത്താവിന് സൈമന് പരിശുദ്ധമ്മയുടെ മാതൃശക്തിയാൽ അനുഗ്രഹം വർഷിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് ഉടമ്പടിയിൽ വരുന്നത്. ഇപ്പം ഇതുപോലെ നമ്മൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ടാകും. ജീവിതത്തിൽ നടക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ, ഇത് അമ്മയെ ഫലമേൽപ്പിക്കുക. പിന്നീട് IELTS മോൻ എഴുതുന്നു, അത് ലഭിക്കുന്നു.
അതുപോലെ തന്നെ സൗദിയിൽ പോകാനായിട്ട് സ്മിതയ്ക്ക് ദൈവം അനുഗ്രഹം വർഷിക്കപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിക്കാനുള്ള കൃപ നൽകുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാനിതുവരെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത കാര്യങ്ങൾ, അത് നിങ്ങൾ സഫലീകരിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത പ്രാർത്ഥിച്ചിങ്ങനെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. ഇത് സമയച്ചുരുക്കത്തിൻ്റെ സുവിശേഷമാണ്. പരിശുദ്ധമ്മ ഉടമ്പടി ചെയ്താൽ ഏത് അസാധ്യ കാര്യങ്ങളും, ലൂക്കാ 1:37, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. പ്രത്യാശയുടെ ഈ സാക്ഷി നമുക്ക് കേൾക്കാം, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.